പോവാം. ഇടുക്കി, കല്ലാർകുട്ടി, പാമ്പള, കല്ലാർ ഡാമുകളൊക്കെ ഇപ്പോഴും തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള നിയന്ത്രണവും തുടരുകയാണ്. മലയോര മേഖലയിലൂടെയൊക്കെയുള്ള യാത്ര പരമാവധി ആവശ്യങ്ങൾക്ക് മാത്രമാക്കണം എന്നും നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമില് അണക്കെട്ട് അവിടുത്തെ ജലനിരപ്പ് 120.70 അടിയായിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2349.28 അടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി VK സ്റ്റാലിൻ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്റ്റാലിൻ, എന്തൊക്കെയാണ് ഇടുക്കിയിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തിയായി പെയ്തിരുന്ന മഴ ഇപ്പോൾ ഒരല്പം ശമിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെല്ലാം മഴ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി മഴയ്ക്ക് ഒരല്പം ശമനമൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഈ പുഴകളിലേക്കുള്ള നീരൊഴുക്കിനൊന്നും കാര്യമായ കുറവില്ല. പ്രത്യേകിച്ചും ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള മഴ ശക്തമായതോടെ പെരിയാറ് ഉൾപ്പെടെ പെരിയാറ്, ചിന്നാറ്, മുതിരപ്പുഴയാർ തുടങ്ങിയിട്ടുള്ള പുഴകളിലെല്ലാം നീരൊഴുക്ക് വളരെ ശക്തമാണ്. അതോടൊപ്പം തന്നെ സെറ സൂചിപ്പിച്ച പോലെ തന്നെ കല്ലാർകുട്ടി, പാമ്പള, കല്ലാർ തുടങ്ങിയിട്ടുള്ള ചെറിയ ഡാമുകൾ 2 ദിവസങ്ങളായി തുറന്നിരിക്കുന്നു. അത് അതേപടി തന്നെ തുടരുകയാണ്. അതോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെയുള്ള നിയന്ത്രണം കുറച്ച് ദിവസങ്ങളായിട്ട് തുടരുന്നുണ്ട്. അത് ഇന്നലെയും ജില്ലാ ഭരണകൂടം അതിന് ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ രാത്രികാല യാത്രകളിൽ പ്രത്യേകിച്ചും കൊച്ചി, ധനുഷ്കോടി ദേശീയപാതയിലൊക്കെയുള്ള യാത്രകൾ പരമാവധി നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ മഴക്കെടുതിയോടനുബന്ധിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റിയ ആളുകളുടെ കാര്യങ്ങളിൽ അതേപടി തന്നെ തുടരുകയാണ്. 140ഓളം പേര് ക്യാമ്പുകളിൽ തുടരുന്നുണ്ട്. ക്യാമ്പുകളെല്ലാം ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനിടെ ഇന്നലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അനൂപ് ജാക്കബിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായിട്ട് യോഗം ചേർന്നിരുന്നു. MLA-മാരെല്ലാം പങ്കെടുത്ത യോഗമുണ്ടായിരുന്നു. അതിൽ വലിയ തോതിലുള്ള കൃഷിനാശം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കൃഷിനാശം 1.36 സ്റ്റാലിനാണ് നമ്മളുമായി കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.